ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും നമ്മൾ നേഴ്സുമാരുടെ സമരത്തെ പറ്റിയുള്ളൂ. അതിനകത്ത് കുറേ പേര് പറയുന്നത് ഇത് ആനുകൂല്യമാണ്, കുറേ പേര് പറയുന്ന ആനുകൂല്യം. ഇത് പറഞ്ഞാലും ഗവൺമെൻറ് ഒരു ഓർഡർ ഇടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മാനേജ്മെൻറ്റ് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതിനുള്ള ഇത് ദയവായിട്ടുള്ള ഏതെങ്കിലും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ ഭാരവാഹികളോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരുടെ കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ഹോസ്പിറ്റൽസ് ഉണ്ട്, കണക്റ്റഡ് അല്ലാത്ത ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് ചിലപ്പം 100 ബെഡഡ് ഹോസ്പിറ്റലായിരിക്കും, 50 ബെഡഡ് ഹോസ്പിറ്റലായിരിക്കും, 25 ബെഡഡ് ഹോസ്പിറ്റലായിരിക്കും. അവർക്കൊക്കെ സമരമോ കാര്യങ്ങളോ ഒന്നും ബാധകമല്ല. അവരിപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ പഴയതുപോലെ തന്നെ. അവർക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അവരുടെ മാനേജ്മെൻറ്റിനോട് ചോദിച്ചാലും അവരൊന്നും പറയുന്നില്ല. അവിടെ ചിലപ്പം 50 ബെഡഡ് ഹോസ്പിറ്റലിൽ ചിലപ്പം 10-20 നേഴ്സുമാരായിരിക്കും ഉള്ളത്. അവർക്കെല്ലാവർക്കും കൂടെ പോയി സ്ട്രൈക്ക് ചെയ്യാനുള്ള മാനസികാവസ്ഥയോ അവർക്ക് ചെയ്യാനുള്ള ധൈര്യമോ കാണത്തില്ല. അതുകൊണ്ട് ദയവായി അവരുടെ കാര്യം കൂടി കണക്കിലെടുക്കണം. എന്തെങ്കിലും ആക്ഷൻ ഇതിനെപ്പറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് നന്ദിയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് 40,000 രൂപ ഇൻക്രിമെൻ്റ് കിട്ടാനും കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുതന്നെ നമ്മൾ സമരം ചെയ്യുന്നു, നമുക്ക് കിട്ടുമായിരിക്കും. ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോവാം. ബാക്കി ഉള്ള കുഞ്ഞു ബെഡഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിനും അവർക്കും എന്തെങ്കിലുമൊക്കെ പുരോഗമനം ഈ സമരത്തിലൂടെ കിട്ടണം. അവരും മനുഷ്യന്മാരാണ്, അവരും ജോലി ചെയ്യുന്നത് സെയിമാണ്. അവരും നമ്മളെപ്പോലെ തന്നെ ജോലി ചെയ്യുന്നതാണ്. ഇതുപോലുള്ള വലിയ വലിയ ഹോസ്പിറ്റൽസ് നമ്മളിപ്പോൾ സമരത്തിലോട്ട് പോയ അവർക്കെല്ലാം ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടുള്ളതും സമരത്തിൽ നിൽക്കുന്നവർക്കെല്ലാവർക്കും ഒരുപാട് സപ്പോർട്ടോടു കൂടി നമുക്ക് മുന്നോട്ട് പോവാം. എന്നാൽ പോലും ബാക്കിയുള്ള ഇപ്പം 50 ബെഡഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസും ഉണ്ട്. അപ്പോൾ അവർക്കൂടി എന്തെങ്കിലുമൊക്കെ ഒരു കരുതൽ, അവരെയും കൂടെ കരുതണം എന്ന് ഞാൻ പറയുന്നു. അവരെയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അവരെയും കൂടെ കണക്ട് ചെയ്യണം. ഞാനിപ്പോൾ ആസ് എ നേഴ്സ് ഐ ആം വർക്കിംഗ് ഇൻ സൗദി അറേബ്യ. എന്നെ പോലുള്ള പല ആൾക്കാരും വന്ന് വർക്ക് ചെയ്യാനുള്ള പകുതി കാരണവും ഇത് തന്നെയായിരിക്കും. നമുക്ക് നാട്ടിൽ സാലറി കിട്ടുന്നില്ല. നാട്ടിൽ അത്യാവശ്യം സാലറി കിട്ടുമായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടുകാരെ വിട്ട് നാടും വീടും മറഞ്ഞ് നിൽക്കത്തില്ല. പിന്നെ മെയിനായിട്ട് ഞാൻ ഈ 50 ബെഡഡും 100 ബെഡഡും 25 ബെഡഡും പോലുള്ള കുഞ്ഞു കുഞ്ഞു ഹോസ്പിറ്റൽസിലുള്ള സ്റ്റാഫിനെയും കൂടെ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റ്, ഹംബിൾ റിക്വസ്റ്റാണ്. പറ്റുന്നിടത്തോളം അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ നോക്കണം, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലീസ്.